അയാൾ അങ്ങനെ സുകുമാര മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് അവർക്ക് ആ ഒരു ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ പൈസ കൊടുക്കുന്നില്ല. അപ്പോൾ തന്നെ രാധിക പറയുന്നുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ ഭക്ഷണമാണിത്, അതുകൊണ്ട് അതിൻ്റെ പൈസ കിട്ടാതെ ഞാൻ പോവില്ല എന്നൊക്കെ പറയാണ്. അവൻ വരുണും പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്, ഇവിടുന്ന് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങളുടെ ഷൂട്ടിംഗ് മുടങ്ങും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സുകുമാര മുത്തശ്ശിയും പ്രിയങ്കയും പറയുന്നുണ്ട്, നിനക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ പ്രശ്നം ഉണ്ടാക്കടാ എന്നൊക്കെ ഇങ്ങനെ വരുണിനോട് അങ്ങ് പറയാണ്. അപ്പോൾ ഈ ഒരു സംസാരമൊക്കെ കേട്ടിട്ട് അവിടുത്തെ ആ പ്രൊഡക്ഷൻ കൺട്രോളറും ആളുകളൊക്കെ എല്ലാവരും കൂടി ഇവരുടെ അടുത്തേക്ക് അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പൈസ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ തന്ന ഭക്ഷണത്തിൻ്റെ പൈസ അവർക്ക് കൊടുത്ത് അവരെ അങ്ങ് പിരിച്ച് വിട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, അതേ നിങ്ങൾക്ക് ഇത്രയും കൂടുതൽ സംസാരിക്കാനായോ, ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ ഞാൻ ഈ ജോലിയിൽ നിന്ന് അങ്ങ് പിരിച്ചു വിടുക എന്നൊക്കെ പ്രിയങ്ക അങ്ങ് പറയണം. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നുണ്ട്, അതെ ഞാൻ നിങ്ങളെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ട് അനുസരിച്ച് നിന്നത് ഇതെൻ്റെ ജോലി ആയതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്നെ അങ്ങ് ജോലിയിൽ നിന്ന് പിരിച്ചു വിടാനൊന്നും കഴിയില്ല. കാരണം നിങ്ങളെന്ന് പറയുന്നത് ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ട് നിങ്ങളുടെ സിനിമയുടെ ഷൂട്ടിംഗ് അങ്ങ് മുടങ്ങും, അതുകൊണ്ട് ആ പണി എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ ഇയാൾ അങ്ങ് പറയുന്നുണ്ട്. എന്നിട്ട് ഇയാൾ പറയുന്നുണ്ട്, അവർ അധ്വാനിച്ച് പൈസ അല്ല, അവർക്ക് അതങ്ങ് തിരിച്ചു കൊടുത്തു നോക്കി, എല്ലാ അന്യായത്തിനും ഞാൻ അങ്ങ് കൂട്ട് നിൽക്കില്ല എന്നൊക്കെ ആ പ്രൊഡക്ഷൻ കൺട്രോളർ ഇവരോട് അങ്ങ് പറയുന്നു. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഇതുവരെ ഞങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാല് മാറുന്നോ എന്നൊക്കെ ഇങ്ങനെ ഈ പ്രിയങ്കയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നുണ്ട്, ന്യായത്തിൻ്റെ ഭാഗത്ത് ഞാൻ നിൽക്കുള്ളൂ എന്നൊക്കെ ഇയാൾ അങ്ങ് പറയാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെ സപ്പോർട്ടും വരുണിനും രാധികയ്ക്കും കിട്ടുന്ന ആ സമയത്ത് തന്നെ ഈ സുകുമാരി മുത്തശ്ശി പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആ ഒരു പൈസ കൊടുക്കുന്ന ആളോട് പറയുന്നുണ്ട്, എടോ ഇവർക്ക് വേണ്ട പൈസ അങ്ങ് പെട്ടെന്ന് കൊടുത്ത് വിട്ടേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ആ പൈസ രാധിക അങ്ങ് വാങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവരങ്ങ് പോകാൻ നിൽക്കുന്ന സമയത്ത് വീണ്ടും സുകുമാരി മുത്തശ്ശി അങ്ങ് ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കാണ്. സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അതേ ഞാൻ എൻ്റെ കയ്യിലേക്ക് ആരെങ്കിലുമൊക്കെ കൈ നീട്ടുന്ന സമയത്ത് ഭിക്ഷയായിട്ട് ഞാൻ പൈസ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഞാൻ പൈസ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ എന്ന് അവരോട് അങ്ങ് പറയാണ്. അപ്പോൾ അവരിതുവരെ അധ്വാനിച്ചതിൻ്റെ പണം അല്ല അത് എന്നുള്ളൊരർത്ഥത്തിൽ സുകുമാരി മുത്തശ്ശി അങ്ങ് പറയുമ്പോൾ പിന്നെ അവർക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവർ പോവാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഈ വരുണും ഇപ്പോൾ രാധികയും കൂടിയിട്ട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ തന്നെ നിൽക്കണം. അപ്പോൾ രാധിക പറയുന്നുണ്ട്, നിങ്ങൾ എന്താ പറഞ്ഞത്, ഭിക്ഷയായിട്ടോ, ഇതേ ഞാൻ ഇന്നലെ രാത്രി ഉറക്കം മുളച്ചിരുന്ന് കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കിയ ഭക്ഷണമാണ്, നിങ്ങൾ രണ്ടുപേരും അല്ലാത്ത എല്ലാവരും ഇവിടുന്ന് ആ ഭക്ഷണം നല്ല രുചിയുണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാട് ഉറക്കം മുളച്ച് ഉണ്ടാക്കിയ ഭക്ഷണമാണ്, അതുകൊണ്ട് തന്നെയാണ് അതിനുള്ള ആ ഒരു വിയർപ്പിൻ്റെ ഒരു ഫലം തന്നെയാണ് ഈ പൈസ എന്ന് പറയുന്നത്, ഞങ്ങൾ അധ്വാനിച്ച് തന്നെ ഉണ്ടാക്കിയ പൈസയാണ്, അല്ലാതെ ഇതൊരു ഭിക്ഷയായിട്ടൊന്നും അല്ല എന്നൊക്കെ പറയുന്നത്. ആ പറയുന്നുണ്ട്, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയെ കുറച്ചങ്ങ് പരുങ്ങുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ചിലക്കാന്ത് പെട്ടെന്ന് ഞങ്ങളുടെ ലൊക്കേഷനിൽ നിന്ന് അങ്ങ് പോടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വരുണിന് അധികം പറയുന്നുണ്ട്, അത്രയ്ക്ക് പെട്ടെന്ന് ഞങ്ങൾ പോകാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള ആളുകളെ എല്ലാവരും കൂടി വരുණ അങ്ങ് വരുത്തണം. അതേ ചേട്ടാ എല്ലാവരും അങ്ങൊന്ന് ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അങ്ങ് അവരുടെ അടുത്തേക്ക് അങ്ങ് വരുത്തുന്നുണ്ട്. എന്നിട്ട് ഈ വരുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പറയണം. അതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സിനിമയുടെ സ്റ്റോറിയെക്കാട്ടിലും വലിയ നല്ല അടിപൊളിയൊരു സ്റ്റോറി ഞങ്ങൾ പറഞ്ഞുതരാം, അത് ഞങ്ങളുടെ ലൈഫ് സ്റ്റോറി, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്നൊക്കെ ആ ലൊക്കേഷനിലുള്ള എല്ലാവരോടും അങ്ങ് പറയാണ്. എന്നിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇതേ എൻ്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് രാധികനെ അങ്ങ് കാണിച്ചു കൊടുക്കണേ, ഇത് ഞാൻ താലി കെട്ടിയ എൻ്റെ സ്വന്തം ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവൾ ഈ പ്രിയങ്ക എന്ന് പറയുന്നത് ഇവളുടെ അനിയത്തിയാണ് എന്നൊക്കെ എല്ലാവരോടും അങ്ങ് പറയാണ്. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും മുത്തശ്ശിയാണ് ഈ തള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ആ സുകുമാരി മുത്തശ്ശി അങ്ങ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വരുന്ന അവരുടെ കഥ മൊത്തം അങ്ങ് അവിടെയുള്ള ലൊക്കേഷനിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന് പറയുന്നുണ്ട്, ഞാനേ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് താലി കെട്ടിയത് ഇതാ ഇവളെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാധികനെ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വരുൺ അങ്ങ് ബാക്കി കഥ മുഴുവൻ അവിടെ ചെന്ന് അങ്ങ് പറയണം. എന്നിട്ട് അന്ന് രാത്രി ഈ സുകുമാരി മുത്തശ്ശി എന്ന് പറയുന്ന ഇവളുടെ ഈ മുത്തശ്ശി എൻ്റെ റൂമിലേക്ക് പറഞ്ഞയച്ചത് ഈ പ്രിയങ്കനെയാണ്. പ്രിയങ്കക്ക് നന്നായിട്ട് അറിയാം ഞാൻ അവളെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്നുള്ള കാര്യം. എന്നിട്ട് ഇവളുടെ വീട്ടുകാരെയും എൻ്റെ വീട്ടുകാരെയും ഭീഷണിപ്പെടുത്തി എൻ്റെ ജീവിതത്തിൽ അങ്ങ് കയറി കൂടാന്നാണ് ഈ രണ്ട് തള്ളയുടെയും മകളുടെയും വിചാരം ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അതിന് സമ്മതിക്കാത്തതുകൊണ്ട് ഇവൾ എന്നോട് പറഞ്ഞ് അവൾക്ക് 5 കോടി രൂപ കൊടുത്ത് അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോയിക്കോളാന്ന് പറഞ്ഞ്. എന്നിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ 5 കോടി ഈ പ്രിയങ്കക്ക് കൊടുത്തിരുന്നു എന്നൊക്കെ എല്ലാവരോടും പറയാണ്. അപ്പോൾ ഈ സുകുമാര മുത്തശ്ശിയും പ്രിയങ്ക കിടന്ന് വിറക്കുകയാണ്, എങ്ങനെയെങ്കിലും ആളുകളുടെ ഇടയിൽ നിന്നൊക്കെ ഇവൻ നാണം കെടുത്തു എന്നുള്ള മട്ടിൽ ഇവരാകെ പണി പാളി നിൽക്കുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയുടെ മുഖം കണ്ടാൽ തന്നെ ഭയങ്കര ഒരു എന്തോ പോലെ അങ്ങ് നിൽക്കുന്നുണ്ട്. പക്ഷേ വരുൺ ആ സ്റ്റോറി ഒന്നും നിർത്തുന്നില്ല. വരുൺ
പറയുന്നുണ്ട്. എന്നിട്ട് ഇവൾ ഈ 5 കോടി കൊണ്ടുപോയി അങ്ങ് തൊലച്ച് കഴിഞ്ഞതിന് ശേഷം ഈ തള്ളേനെയും പിടിച്ചിട്ട് ഇവൾ വീണ്ടും എൻ്റെ വീട്ടിലേക്ക് അങ്ങ് കയറി വന്ന് എൻ്റെ ജീവിതം അങ്ങ് നശിപ്പിക്കാൻ വേണ്ടി അങ്ങ് തുടങ്ങി. അപ്പോൾ പിന്നെ അവസാന ഡിവോഴ്സിന് വേണ്ടിയിട്ട് ഇവൾ എൻ്റെ കയ്യിൽ നിന്ന് 25 കോടിയാണ് വാങ്ങിയത്. ആ 25 കോടി വെച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എല്ലാവരും ഇവർ രണ്ടുപേരും അങ്ങ് നിഗളിക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും ഇവരെ മേഡം എന്ന് വിളിപ്പിക്കുന്നില്ലേ, നിങ്ങളെല്ലാവരെയും കൂടി ചീത്ത വിളിക്കുന്നതും ഭരിക്കുന്നുമില്ലേ, അതൊക്കെ ഞാൻ കൊടുത്ത 25 കോടി വെച്ചിട്ടാണ്. അങ്ങനെയെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ 25 കോടി വെച്ചിട്ടാണ് ഇവരിങ്ങനെ ഈ കളികളൊക്കെ കളിക്കുന്നത്, ഈ സിനിമ പിടിക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ പിന്നെ ഇവർക്ക് ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. അവൻ വരുന്ന ഈ കഥ മുഴുവനും പറഞ്ഞ് തീരുന്ന സമയത്ത് വീണ്ടും സുകുമാരി മുത്തശ്ശി അവരോട് അങ്ങ് ഇറങ്ങിപ്പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും എന്താ പറഞ്ഞത്, ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തി, ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞത് വെറും ഒരു താഴ്ന്നൊരു ജോലിയാണ് എന്നൊക്കെ കാണിക്കാൻ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇങ്ങനെ അടിമകളായി ജോലി ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഞങ്ങളെ ഇങ്ങോട്ട് ഭക്ഷണത്തിന് വേണ്ടി വരുത്തിയത്. അതും ഈ നിൽക്കുന്ന ആളെ, ഈ ഒരു മാനേജറെ ഞങ്ങളുടെ വീട്ടിലേക്ക് അങ്ങ് പറഞ്ഞയച്ചു. എന്നിട്ട് ഇവർ രണ്ടുപേരും ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ലൊക്കേഷനിലേക്കാണ് ഭക്ഷണം എന്ന് ഇവരെ കൊണ്ട് പറയിപ്പിക്കാതിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വരുന്ന് പറയുന്നുണ്ട്, ഞാൻ 1000 വട്ടം ഇവനോട് ചോദിച്ചതാണ് എവിടെയാണ്, ലൊക്കേഷനാണ്, ഏത് ഫംഗ്ഷനാണ് എന്നൊക്കെ ഇവരോട് ചോദിച്ചതാണ്. പക്ഷേ ഇവൻ പറഞ്ഞില്ല. ആ പറയാതിരിക്കാനാ ഇവനക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു ആ ഒരു കാര്യം പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഈ ലൊക്കേഷനിൽ ഞങ്ങളെങ്ങനെ വരുത്തിയിട്ട് ഇവരെ അടിമകളെ പോലെ ഇവരുടെ താഴ്ന്ന ലെവലിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നത് മറ്റുള്ളവർക്ക് മുന്നിൽ അങ്ങ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഈ തള്ളയുടെ മോളുടെയും പ്ലാന്. പക്ഷേ ഇപ്പോൾ എല്ലാം ഫ്ലോപ്പായി കഴിഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വരുന്ന് പറയുന്നുണ്ട്, നേരത്തെ നിങ്ങൾ ഞങ്ങളെ അപമാനിച്ചതിന് ഞങ്ങൾ മിണ്ടാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ ഡ്യൂട്ടി ടൈമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് ഞങ്ങൾക്ക് പണം കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നതിൻ്റെ മുന്നേ ഇവരുടെ ഈ കഥകളെ എല്ലാം ബാക്കിയുള്ള ആളുകളൊക്കെ ഒന്ന് അറിയട്ടെ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഞങ്ങളൊന്നും അറിയിക്കണ്ട, അവരുടെ വഴിക്കങ്ങ് വിട്ടേക്കാം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചതാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും നിർബന്ധിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് അങ്ങ് ചെയ്യിപ്പിച്ചതാണ് എന്നൊക്കെ ഇവരോട് അങ്ങ് പറയാണ്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഭയങ്കര ചിരിയും അവരൊരു പരിഹാസ കഥാപാത്രങ്ങളായിട്ട് അങ്ങ് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള എല്ലാവരും കൂടിയിട്ട്. അവസാനമായിട്ട് വരുന്ന പറയുന്നുണ്ട്, പിന്നെ ഞങ്ങളെ ഒന്ന് ഭീഷണിപ്പെടുത്തി, അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെ മുന്നിൽ ഞങ്ങളെ അങ്ങ് നാണം കെടുത്തും എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട്. പക്ഷേ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഞങ്ങളങ്ങ് നാണം കെടുത്തി. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകണമെങ്കിൽ ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ച, ഞങ്ങളുടെ ജീവിതം ഇത്രയും ലെവലിലാക്കി തന്ന ഇവരെ രണ്ടുപേരുടെ കാലം അങ്ങ് വെട്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ സുകുമാരി മുത്തശ്ശി അങ്ങ് പേടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഇനി നിങ്ങളെല്ലാവരും കൂടി അങ്ങ് പറ, ഇത്രയും നാണം കെടുത്തി ഇവരെ ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വരുന്ന് വീണ്ടും വീണ്ടും എല്ലാ കഥകളും കാര്യങ്ങളും എല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം വരുന്ന് പറയുന്നുണ്ട്, എന്തായാലും തൽക്കാലം ഇനി ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾക്കുള്ള പൈസ കിട്ടി എന്നൊക്കെ വിചാരിച്ചിട്ട് അവരവിടുന്ന് അങ്ങ് പോവുകയാണ്. ആറ്റുവാശ്ശേരിയിലെത്തി വരുന്നു രാധികയും കാര്യങ്ങളെല്ലാം അമ്മനോടും അച്ഛനോടും അങ്ങ് പറയാണ്. അപ്പോൾ ദേവനും യശോദയും കൂടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാലും അമ്മ ആർക്കും ഇതിന് പിന്നിൽ, അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, അമ്മയുടെ മനസ്സിലുള്ള പക ഇപ്പോഴും മാറിയിട്ടില്ല, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ആളുകളൊക്കെ വരുത്തി അങ്ങോട്ട് അങ്ങ് നാണം കെടുത്താൻ വേണ്ടിയിട്ട് അങ്ങ് ശ്രമിച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ ദേവന് പറയുന്നുണ്ട്. അപ്പോൾ യശോദയും പറയുന്നുണ്ട്, അതെ ഞാൻ അമ്മ ഒരുപാട് ദേഷ്യപ്പെടുന്നതും ഒരുപാട് ഇങ്ങനെ സംസാരിക്കുന്നതും എല്ലാം കേട്ടിട്ടുണ്ട്, പക്ഷേ അമ്മയുടെ പക എന്ന് പറയുന്നത് അമ്മ ഇത്രയും ക്രൂരയായിട്ടുള്ളൊരു സ്ത്രീയാണ് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അത് സാരമില്ല, ഞങ്ങൾ പോകുന്ന ആ വഴിക്ക് തന്നെ ഞങ്ങൾ ആ പ്രശ്നങ്ങളെല്ലാം വിട്ടിരിക്കുകയാണ്, അത് അവരുടെ കാര്യം അങ്ങനെ അങ്ങ് പോകട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി അതേക്കുറിച്ചൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട എന്നൊക്കെ പറയണം, ഇനി നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് അങ്ങ് ചിന്തിക്കാം എന്നൊക്കെ പറയണം. അപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്, യശോദാമ്മ പറയുന്നുണ്ട്, അതേ പിന്നെ നമുക്ക് കുറച്ച് ഓർഡർ കൂടി ചില ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, എത്ര ഓർഡർ ഉണ്ട് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആദ്യം വിളിച്ചിരുന്ന ആ ഓഫീസറുടെ ആ ഒരു റെക്കമെൻഡേഷനിൽ കിട്ടിയ ഓർഡറാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ യശോദാമ്മ ആ എഴുതി വെച്ച ബുക്ക് അങ്ങ് ഇവൾക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാധിക അതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 100 പൊതിയെങ്കിലും ഇനി നാളത്തേക്കും വേണം എന്നുള്ള ഒരു കാര്യം അവളങ്ങ് കാണുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, അമ്മേ നാളത്തേക്കും ഇനി 100 പൊതിയൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനുണ്ട്, അത്രയും ഓർഡറൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, നമ്മുടെ ബിസിനസ് ഇപ്പോൾ ഇങ്ങനെ വളരുന്നുണ്ട് അല്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട്, അച്ഛൻ എന്താ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അച്ഛൻ പറയുന്നത്, നല്ല അധ്വാനിച്ചാൽ നല്ല കഷ്ടപ്പെട്ടാൽ നമ്മുടെ ബിസിനസ് വളരും, നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെ ഇങ്ങനെ അച്ഛനും പറയാണ്. അപ്പോൾ യശോദാമ്മ പറയുന്നുണ്ട്,
അതെ, ഈ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിലൊക്കെ നല്ല പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ നമുക്ക് വേങ്ങണ്ടേ? ഇപ്പം തന്നെ നമ്മൾ അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇനി അവർക്ക് തിരിച്ചു കൊടുക്കുക തന്നെ വേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് നല്ല പാത്രങ്ങളൊക്കെ വാങ്ങണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ രാധിക പറയുന്നുണ്ട്, നമുക്ക് ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ പാത്രങ്ങൾ വാങ്ങാൻ എന്താ അമ്മ ബുദ്ധിമുട്ട്, അതൊക്കെ നമുക്ക് വാങ്ങിയെടുക്കാം. ഇപ്പോൾ ബിസിനസ്സൊക്കെ കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഓക്കെ എന്നൊക്കെ പറയും. പക്ഷേ ദേവന് ആ മറ്റേ പ്രശ്നം എപ്പോഴും വിട്ടിട്ടില്ല. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, അല്ല മോളെ, നമ്മുടെ വരുണ് അവരുടെ മുന്നിൽ ഇങ്ങനെ നാണം കെടുത്തിയപ്പോൾ വരുണിന് സങ്കടം ആയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അച്ഛൻ അത് വിട്ടേക്ക്, ഞങ്ങൾ വരുന്ന സമയത്ത് എല്ലാം മറന്നു കളഞ്ഞതാണ്. ഇതിപ്പോൾ നമ്മുടെ പുതിയൊരു കാര്യമാണ്. ആ ഒരു പഴയ പ്രശ്നങ്ങളൊക്കെ അച്ഛൻ വിട്ടേക്ക്, അതേക്കുറിച്ച് ഒരു യാതൊരു ടെൻഷനൊന്നും വേണ്ട എന്നൊക്കെ അച്ഛനെ പറഞ്ഞ് അങ്ങ് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ കണിമംഗലത്താണെങ്കിൽ അവർ നമ്മുടെ പത്മിനിയും പരമേശ്വരനും കൂടിയിട്ട് അങ്ങ് യാത്ര പോയിരിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ മുത്തശ്ശി നല്ല പനി അങ്ങ് കയറിയിരിക്കുകയാണ്. പനിയെന്ന് വെച്ചാൽ വിറക്കുന്ന പനി അങ്ങ് വന്നിട്ടുണ്ട്. അപ്പം മുത്തശ്ശി കട്ടിലിൽ നിന്ന് ഇങ്ങനെ എഴഞ്ഞ് താഴേക്ക് അങ്ങ് വീഴാണ്. അപ്പോൾ വീഴുന്ന സമയത്ത് മുത്തശ്ശിക്ക് സ്വന്തമായിട്ട് അങ്ങ് എണീക്കാൻ പോലും കഴിയാതെ അങ്ങ് കിടക്കുന്നുണ്ട്. അപ്പം ഈ മുത്തശ്ശി ഉറക്കം അങ്ങ് വിളിക്കുന്നുണ്ട്, കൽപ്പനയെ ഉർവശി ഒന്ന് വാ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കഴിയുന്ന വിധേനെ അങ്ങനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് കട്ടിലിൽ അങ്ങ് കയറ്റി ഇരുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അവരവിടെ ആ സോഫയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കൽപ്പന ഉർവശി ആ ഒരു കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ കൽപ്പന പെട്ടെന്ന് തന്നെ അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അങ്ങ് ഓടാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഉർവശി അങ്ങ് പിടിച്ച് വെക്കുന്നുണ്ട്. എന്താ കൽപ്പന, നീ എങ്ങോട്ടാണ് ഓടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ കൽപ്പന പറയുന്നുണ്ട്, അല്ല മുത്തശ്ശിക്ക് നല്ല പനി ഉണ്ടെന്ന് തോന്നുന്നത്, മുത്തശ്ശി വിളിക്കുന്നത് കേട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, നീ എന്തിനാ അതൊക്കെ നോക്കാൻ പോകുന്നത്, നിനക്ക് ഇവിടെ ആരും കൂട്ടം പണിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ കൽപ്പന പറയുന്നുണ്ട്, അച്ഛനും അമ്മയൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതല്ലേ, അപ്പോൾ നമ്മളെല്ലാം അവരെ കെയർ ചെയ്യേണ്ടത്. നേരത്തെ ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയ സമയത്ത് തന്നെ മുത്തശ്ശിക്ക് നന്നായിട്ട് പനി വരുന്നുണ്ട്, നല്ല ചൂടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഉർവശി കൽപ്പനയോട് പറയുന്നുണ്ട്, അതിനെ നീ അവിടെ കയറിയില്ല, കിച്ചണിൽ ഒരുപാട് പണിയുണ്ട് നിനക്ക്, നീ ആ പണിയൊക്കെ പോയി എടുത്തേ, നിനക്ക് വേറെ പണിയൊന്നുമില്ല അവിടെ നോക്കാൻ, നീ എല്ലാ കാര്യങ്ങളൊക്കെ മറന്നോ, ആ രാധികനെയും വരുണിനെയും മേലെ കയറ്റി വെച്ച് നമ്മൾ രണ്ടാളും താഴ്ത്തിയാണ് ആ മുത്തശ്ശി നമ്മളെ കണ്ടിരുന്നത്, ആ കാര്യങ്ങളൊക്കെ നീ മറന്നു പോയോ എന്നൊക്കെ ഇങ്ങനെ കൽപ്പനയോട് പറയുന്നത്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, അല്ല ഇപ്പോൾ ആരും നോക്കാനില്ലല്ലോ, അപ്പോൾ നമ്മൾ നോക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ വീണ്ടും ഈ ഉർവശി അങ്ങ് പറയുന്നുണ്ട്, കിച്ചണിലുള്ള 1000 കൂട്ടം പണികളാണ് നിനക്കുള്ളത്, നീ വേഗം അതൊക്കെ പോയി തീർക്കാൻ നോക്കി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ കൽപ്പനക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, എൻ്റെ ചെറിയമ്മയെ ഞാൻ പണിയെടുത്ത് മടുത്തു, ഈ ചെറിയമ്മ എന്നോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു കണിമംഗലം നിങ്ങളുടെ പേരിലാകുന്ന സമയത്ത് എനിക്കിവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന്. പക്ഷേ ഇപ്പോൾ ഈ ചെറിയച്ഛനും ചെറിയമ്മയും എന്നോട് കാണിക്കുന്ന ക്രൂരതകൾ എന്ന് പറയുന്നത് കുറച്ച് കടുത്തത് തന്നെയാണ്. പണിയെടുത്ത് എൻ്റെ കയ്യിൻ്റെ വേദന വന്നു എന്നൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നമുക്കൊരു കിച്ചണിലേക്കുള്ള പണിക്ക് ഒരാളെ വെച്ചൂടെ, ഒരു സെർവൻറ്റിനെ വെച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഉർവശി ചോദിക്കുന്നുണ്ട്, അല്ല ഈ സെർവൻറ്റിനെ വെക്കണമെങ്കിൽ എത്ര രൂപ വേണം എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, മാസം ഒരു 15,000 രൂപ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, 15,000 രൂപ, അപ്പം കിച്ചണിലുള്ള പണികളല്ലാതെ നല്ല രുചിയുള്ള ഭക്ഷണം നമുക്ക് കണിമംഗലത്തുകാർക്ക് കഴിക്കണ്ടേ, അങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ വേറെ ചിലവായി വരും, അപ്പോൾ ടോട്ടൽ എത്ര വരും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നുണ്ട്, ഒരു 10,000-20,000 എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, എന്നാൽ ശരി നമുക്കൊരു സെർവൻറ്റിനെ വെക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം തന്നെ കൽപ്പന ഫോൺ എടുത്തിട്ട്, എന്നാൽ ഞാൻ ഈ ഏജൻറ്റിനെ വിളിച്ചിട്ട് പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ അങ്ങ് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, പക്ഷേ മാസാവസാനമുള്ള പണം നീ തന്നെ കൊടുക്കേണ്ടി വരും, ഞങ്ങൾ കൊടുക്കില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ കൽപ്പന പറയുന്നുണ്ട്, ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ, എനിക്ക് എന്ത് ജോലിയുള്ളത്, ഞാൻ ഇവിടെ ഇരിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, നിൻ്റെ ഭർത്താവിനോട് കൊടുക്കാൻ പറയും, സൂര്യനോട് കൊടുക്കാൻ പറയും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, സൂര്യ ഇപ്പോൾ ഒരു ജോലി ഇല്ലാതെ ഇവിടെ ഇങ്ങനെ വീട്ടിലിരിക്കല്ലേ, പിന്നെ ഞങ്ങളെങ്ങനെ ആ പൈസ ഒക്കെ കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചിന്തിക്കണം, ഈ കണിമംഗലത്തിൻ്റെ അവകാശി എന്ന് പറയുന്നത് ചന്ദ്രേട്ടനാണ്. അപ്പോൾ ചന്ദ്രേട്ടന് പറയുന്നത് അനുസരിച്ച് ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നിൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു ജോലിയും കൂലി ഇല്ലാത്ത ഒരാളുടെ ഭർത്താവാണ്, ഭാര്യയാണ് നീ. അതുകൊണ്ട് ഒരു ജോലിയും കൂലി ഇല്ലാത്ത നീ ഇവിടെ അതുപോലെ തന്നെയാണ് നിൽക്കേണ്ടത്, അതുപോലെ തന്നെ നിൽക്കാനുള്ള അവകാശമുള്ള ഒരു ജോലിക്കാരനെ വെക്കാനുള്ള യാതൊരു ഇതും ഒന്നും നിനക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വീണ്ടും അങ്ങ് ഇൻസൾട്ട് ചെയ്യണം. അപ്പം ഓൾറെഡി ഈ കൽപ്പനക്ക് ചെറിയൊരു മടുപ്പൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ അവൾക്കൊക്കെ റിഗ്രറ്റൊക്കെ വന്നിട്ട് അവൾ വീണ്ടും ഇനി സൂര്യയുടെ കൂടെ തന്നെ നിന്ന് അവിടെ ക്യാരക്ടറൊക്കെ മാറാനുള്ള ചെറിയൊരു ചാൻസുകളൊക്കെ കാണുന്നുണ്ട്. കാരണം ഇവൾക്ക് 8ൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അവൾ എന്തായാലും മുത്തശ്ശിയുടെ അടുത്തേക്ക് വിടുന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മുത്തശ്ശി അവിടെ കിടന്ന് അങ്ങനെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തേന്തുന്നൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും ഫോൺ വിളിച്ചിട്ട് പത്മിനിക്ക് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് പറയാനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഏന്തുന്നുണ്ട്. പക്ഷേ ആ ഫോണൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ ഉറക്കെ വിളിക്കുകയാണ്, ഉർവശി കൽപ്പന ഒന്ന് ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി കിടക്കുന്ന സമയത്ത് അവരവിടെ താഴെ റൂമിൽ അങ്ങ് വീണ് കിടക്കുന്ന കാഴ്ച കാണുന്നത്. അപ്പോൾ തന്നെ ഈ കൽപ്പന പെട്ടെന്ന് മുത്തശ്ശിനെ എടുത്ത് കട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉർവശി അങ്ങ് അവളെ പിടിച്ച് വെക്കുകയാണ്. നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നൊക്കെ അങ്ങനെ
ഇങ്ങനെ പറഞ്ഞിട്ട്. എന്നിട്ട് അവളെ അങ്ങ് പിടിച്ച് വെച്ചിട്ട് അവളെ അങ്ങ് രക്ഷിക്കാനൊന്നും അയക്കുന്നില്ല. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, ഉർവശി കൽപ്പന എനിക്ക് നല്ല പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒന്ന് പിടിച്ച് താങ്ങി ബെഡേക്കൊന്ന് വെക്കാൻ സഹായിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, നോക്കട്ടെ നല്ല പനിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കൈയൊക്കെ പിടിച്ച് നോക്കുകയാണ്. എന്നിട്ട് ഉർവശി പെട്ടെന്ന് തന്നെ അവരുടെ കൈയൊക്കെ വിട്ടിട്ട് പിറകിലേക്ക് അങ്ങ് നീക്കിയിട്ട് പറയുന്നുണ്ട്, അയ്യോ നല്ല പനിയുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണേ. ഇതെന്തോ പകർച്ചവ്യാധിയാണ് എന്നാണ് തോന്നുന്നത്, മേലൊക്കെ എന്തൊക്കെയോ പൊന്തുന്നൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, പകർച്ചവ്യാധിയൊന്നും അല്ല, സാധാരണ പനി തന്നെയാണ്, അത് പനി കുറച്ചൊന്നും ഊക്ക് കൂടിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഈ ഉർവശി സമ്മതിക്കുന്നില്ല, ഇല്ല ഇതെന്തോ പകർച്ചവ്യാധിയാണ്, ഇനി കണിമംഗലത്തിലെ എല്ലാവർക്കും കൂടി ഇത് പകരും, അതുകൊണ്ട് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് അങ്ങ് പുറത്താക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് അങ്ങ് താമസം മാറ്റിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ ഉർവശി ഞാൻ എങ്ങനെയാണ് അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, അത് ഈ അവസ്ഥയിൽ ഞാൻ നിങ്ങളുടെ ഒന്നും ബുദ്ധിമുട്ടിക്കാതെ ഞാനിവിടെ മിണ്ടാതെ കിടന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഉർവശി സമ്മതിക്കുന്നില്ല, വേണ്ട, ഇത് ഈ വീട്ടിലേക്ക് ഇനി ചന്ദ്രേട്ടൻ്റെ ഫ്രണ്ട്സും ഒക്കെ വരാനുള്ളതല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഈ പനി പകരുന്നതാണ് ഉറപ്പാണ്, അതുകൊണ്ട് മുത്തശ്ശി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് അങ്ങ് പോകണം, അങ്ങ് നിങ്ങൾ അങ്ങോട്ട് മാറ്റാൻ പോകുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ ആവതും പറയുന്നുണ്ട്, എനിക്കവിടെ കഴിയില്ല, എനിക്ക് ഒറ്റക്കായതുകൊണ്ട് എനിക്ക് കഴിയില്ല, ഞാനിവിടെ നിങ്ങൾ ഒരു ഉപദ്രവവും ഉണ്ടാക്കാതെ ഇവിടെ മിണ്ടാതിരുന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഉർവശി അത് ചെവി കൊള്ളുന്നതന്നെയല്ല. പിന്നെയാണെങ്കിൽ നമ്മുടെ പത്മിനിയും പരമേശ്വരനും അവിടെ ഇങ്ങനെ ഒരു അമ്പലത്തിലിരുന്ന് ഇങ്ങനെ ഭക്ഷണം നിവേദ്യം കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് ഈ പരമേശ്വരൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്ന ആ ഉടനെ തന്നെ, അല്ല അമ്മയുടെ അവസ്ഥ എന്താണാവോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്, അമ്മ ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോളാം എന്നൊക്കെയാണെന്നില്ല പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പരമേശ്വരൻ പത്മിനിയോട് പറയുന്നുണ്ട്, നീ വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവൾ വീട്ടിലേക്ക് അങ്ങ് വിളിച്ചു നോക്കുകയാണ്. പക്ഷേ മുത്തശ്ശിക്ക് ഫോൺ എടുക്കാനേ കഴിയുന്നില്ല, മുത്തശ്ശി കഷ്ടപ്പെടുന്നുണ്ട് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ മുത്തശ്ശിക്ക് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ പത്മിനി പറയുന്നുണ്ട്, അല്ല അമ്മ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഇവർക്ക് ചെറിയൊരു പ്രശ്നം അങ്ങനെ ഫീൽ ചെയ്യാണ്. അപ്പോൾ ഈ പരമേശ്വരൻ പറയുന്നുണ്ട്, നീ എന്തായാലും ആ കൽപ്പനയൊക്കെ ഒന്ന് വിളിച്ചു നോക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കൽപ്പനയുടെ ഫോൺ അങ്ങ് റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൽപ്പന പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് പത്മിനിയാണ്. ആ പത്മിനിയോട് കാര്യങ്ങളൊക്കെ പറയണേ എന്നുള്ള ഉദ്ദേശം എന്തായാലും കൽപ്പനയ്ക്ക് ഉണ്ട്. അപ്പോൾ കൽപ്പന വേഗം ഫോൺ എടുത്തിട്ട് ആ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പം ഈ പത്മിനി പറയുന്നുണ്ട്, കൽപ്പന അമ്മയുടെ അവസ്ഥ എന്താണ്, ഞാൻ ഫോൺ അടിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ കൽപ്പന ഇവിടെയുള്ള പ്രശ്നങ്ങൾ അങ്ങ് പറയാൻ തുടങ്ങുന്ന സമയത്ത് ഉർവശി പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ആ ഫോൺ അങ്ങ് അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് അങ്ങ് വാങ്ങുകയാണ്. എന്നിട്ട് ഈ ഫോൺ എടുത്തിട്ട് നേരെ പത്മിനിയോട് ഉർവശി അങ്ങ് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഉർവശി പറയുന്നുണ്ട്, അതെ എന്താ വിളിച്ചത്, ഞാൻ നിങ്ങളുടെ ഇതുവരെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പത്മിനിയോട് പറയണം. അപ്പോൾ പത്മിനി ചോദിക്കുന്നുണ്ട്, അത് ഞങ്ങളിതുവരെ യാത്രയിലായിരുന്നു, അല്ല ഞങ്ങൾ അമ്മേനെ കുക്ക് ഒരുപാട് വിളിച്ചു, പക്ഷേ അമ്മ എന്താ ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഉർവശി കള്ളം പറയാണ്. ഉർവശി പറയുന്നുണ്ട്, ഓ അമ്മയ്ക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല, അമ്മയുടെ പനിയൊക്കെ കുറേ മാറിയിട്ടുണ്ട്, അമ്മ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഉറക്കമാണ്, ആ ഉറക്കം കൊണ്ടായിരിക്കും വേണമെങ്കിൽ അമ്മ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ കള്ളം പറയാണ്. പക്ഷേ കൽപ്പനക്ക് ആ സത്യങ്ങളൊക്കെ പറയണമെന്ന് കൽപ്പനക്ക് ഉണ്ടെങ്കിലും അതൊന്നും കഴിയുന്നില്ല. അപ്പോൾ തന്നെ ഈ ഉർവശിനോട് ഈ പത്മിനി പറയുന്നുണ്ട്, ആണോ വെറുതെ ആയിരിക്കില്ല എന്നാൽ അമ്മ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരോട് അവസാനം ഈ ഉർവശി നല്ല സ്നേഹത്തോടെ അങ്ങ് സംസാരിക്കുന്നുണ്ട്. അല്ല നിങ്ങളുടെ യാത്രകളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ സാവധാനം വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരെ ഇങ്ങനെ നല്ല രീതിയിൽ അങ്ങ് ഈ ഉർവശി ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ പിന്നെ പത്മിനി ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ഈ പരമേശ്വരനോട് പറയുന്നുണ്ട്, അമ്മ ഭക്ഷണമൊക്കെ കഴിച്ച് പനിയൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നല്ല ഉറക്കത്തിലാണ്, അതുകൊണ്ടാണല്ലോ ഫോൺ എടുക്കാത്തതെന്നൊക്കെ ഉർവശി പറഞ്ഞത്. എന്നാൽ ഈ ഉർവശി ഇപ്പോൾ സംസാരിച്ച് ഭയങ്കര സ്നേഹത്തിലാണ് എന്നൊക്കെ ഇങ്ങനെ പരമേശ്വരനോട് അങ്ങ് പറയാണ്. ആ പരമേശ്വരന് ആണോ, എന്തായാലും എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സ് മാറിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞിട്ട് അവർ വീണ്ടും ഈ സമാധാനത്തോടെ ഭക്ഷണം കഴിക്കുക. ഇനി അമ്മ എന്തായാലും ഭക്ഷണം കഴിച്ച് പനിയൊക്കെ മാറിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് ഭക്ഷണം കഴിക്കാണ്. ഉർവശിയാണെങ്കിൽ ഫോൺ വെച്ചതിന് ശേഷം കൽപ്പനയ്ക്ക് ഒരു വാർണിങ്ങും കൊടുക്കുന്നുണ്ട്, ഇവിടെ കടന്ന കാര്യങ്ങളൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ ജയഭാരതി മുത്തശ്ശി അങ്ങനെ പനി അങ്ങ് മൂത്ത് ആ ബെഡിലിരുന്ന് അങ്ങ് വിളിക്കുന്നുണ്ട്, മോനെ എന്നൊക്കെ വിളിച്ച് വിളിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവസാനം ആ ഒരു പനിയുടെ എഫക്റ്റിൽ അവരങ്ങ് ബോധം കിട്ട് അങ്ങ് ബെഡിലേക്ക് അങ്ങ് വീഴുന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ കൽപ്പന പെട്ടെന്ന് തന്നെ ഈ വരുണിനും രാധയ്ക്കും ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, നീ ആ കണിമംഗലത്ത് ജയഭാരതി മുത്തശ്ശി നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും വലിയ ശത്രുക്കളായോ, കണിമംഗലത്ത് ജയഭാരതി മുത്തശ്ശിനെ പറ്റി തന്നെയാണോ നിങ്ങൾ ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ കൽപ്പനയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാം തീരുമാനിക്കുന്നത് ചെറിയച്ഛനും ചെറിയമ്മയാണ്, അവർക്ക് എതിരെ എനിക്ക് ഇവിടെ നിന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ആ കൽപ്പന എല്ലാ സത്യങ്ങളും നമ്മുടെ വരുണിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി വരുണിന് നമ്മുടെ മുത്തശ്ശിനെ രക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെ നമുക്ക് നാളെ തന്നെ കാണാം. അപ്പോൾ ഓക്കെ ബൈ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബൈ.